ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻ ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 11/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. മൂന്നാമത്തെ പ്രസ്താവന 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ് കേട്ടോ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ഇനി 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ഇനി കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിച്ചാൽ അത് 1741 ഓഗസ്റ്റ് 10 ആണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10 ആണ്. ഇനി മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാണെന്ന് വെച്ചാൽ അത് ഡിലനോയ് ആണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. ഇനി വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. ഇനി ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ചോദിച്ചാൽ അത് 1721 ഏപ്രിൽ 15-നാണ് കേട്ടോ. 1721 ഏപ്രിൽ 15-നാണ്. ഇനി മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണ ഉടമ്പടി. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി വെച്ചാൽ അത് ശ്രീരംഗപട്ടണ ഉടമ്പടിയാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം 1928. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശന വിളംബരം 1936. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ബിയും സിയും ഡിയും മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-ലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936-ലാണ്. ഇനി എന്താണ്? മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് 1916-ലാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. പ്രവേശന വിളംബരം 1936 നവംബർ 12-നാണ്. ഇനി വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ അത് 1924 മാർച്ച് 30-നാണ് കേട്ടോ. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം. ഈ ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണ്? ചാന്നാർ ലഹള നടന്ന വർഷം അത് 1859-ലാണ്. ഇനി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്നാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം എന്ന് ചോദിച്ചാൽ അത് 1946-ലാണ്. ഇനി കയ്യൂർ സമരം നടന്ന വർഷം എന്നാണ്? കയ്യൂർ സമരം നടന്ന വർഷം അത് 1941 മാർച്ച് 28-നാണ്. ഇനി മൊറാഴ സമരം നടന്ന വർഷം എന്നായിരിക്കും? മൊറാഴ സമരം നടന്ന വർഷം ചോദിച്ചാൽ അത് 1940-ലാണ് കേട്ടോ. മൊറാഴ സമരം നടന്ന വർഷം 1940-ലാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ അത് 1930 ഏപ്രിൽ 13-നാണ് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം നടന്നത് 1930 ഏപ്രിൽ 13-നാണ്. അപ്പം ഈ വർഷമൊക്കെ ഓർത്തു വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആര്യ സമാജം രാജാറാം മോഹൻ റോയ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി. നാലാമത് പറഞ്ഞിരിക്കുന്നത് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 2, 3, 4 ശരിയാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു, സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് സി രാജഗോപാലാചാരി, ഇനി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875. ഇനി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ഏതാണെന്ന് വെച്ചാൽ അത് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓപ്ഷൻ ബി 1780 ഫിലാഡൽഫിയ ഉടമ്പടി. ഓപ്ഷൻ സി 1783 പാരീസ് ഉടമ്പടി. ഓപ്ഷൻ ഡി വേഴ്സായി സന്ധി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ഉടമ്പടി ചോദിച്ചാൽ അത് 1783 പാരീസ് ഉടമ്പടിയാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി ഏഷ്യ, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി തെക്കേ അമേരിക്ക.
ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏഷ്യ ആണ്. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് ഏഷ്യ വൻകരയിലുള്ള രാജ്യം എന്നാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 11, ഓപ്ഷൻ ഡി 8. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 10 ആണ് കേട്ടോ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 10 ആണ്. ഇനി 2024 2020 വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്? 2024 2020 വേൾഡ് കപ്പിന്റെ വേദി ചോദിച്ചാൽ അത് രണ്ടിടത്തായിരുന്നു. USA-യും വെസ്റ്റ് ഇൻഡീസും ആണ് കേട്ടോ. USA, വെസ്റ്റ് ഇൻഡീസ് ആണ്. ആകെ പങ്കെടുത്ത ടീമുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 20 ആണ് കേട്ടോ. ഇനി ആരാണ് ലോകകപ്പ് കിരീടം നേടിയതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യ. ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ രണ്ടാം 2020 ലോകകപ്പ് കിരീടമാണ്. 2024 നടന്നത് ഇന്ത്യയുടെ രണ്ടാം 2020 ലോകകപ്പ് കിരീടമാണ്. ഇനി 2020 ലോകകപ്പ് ടീം ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ അത് രോഹിത് ശർമ്മയായിരുന്നു കേട്ടോ. 2020 ലോകകപ്പ് ടീം ഇന്ത്യ ക്യാപ്റ്റൻ ആരാണെന്ന് വെച്ചാൽ അത് രോഹിത് ശർമ്മയായിരുന്നു കേട്ടോ. ഇനി 2026 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഇന്ത്യയും ശ്രീലങ്കയാണ്. 2026 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത് അത് ഇന്ത്യയും ശ്രീലങ്കയാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കോട്ടയം, ഓപ്ഷൻ ഡി ആലപ്പുഴ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. എന്നാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്? വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് അത് ജൂൺ 19-നാണ് കേട്ടോ. ജൂൺ 19-നാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം. ഓപ്ഷൻ എ ട്രിപ്പിൾ ജമ്പ്, ഓപ്ഷൻ ബി ബാഡ്മിന്റൺ, ഓപ്ഷൻ സി 4x400 റിലേ, ഓപ്ഷൻ ഡി ഹോക്കി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഹോക്കി ആണ് കേട്ടോ. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ചോദിച്ചാൽ അത് ഹോക്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഉദ്യോഗ സംവരണം, ഓപ്ഷൻ ബി സഞ്ചാര സ്വാതന്ത്ര്യം, ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർക്കെതിരെ, ഓപ്ഷൻ ഡി പത്രസ്വാതന്ത്ര്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഉദ്യോഗ സംവരണമാണ് കേട്ടോ. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഉദ്യോഗ സംവരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാല് നിവർത്തന പ്രക്ഷോഭമാണ്. 1932-ലാണ്. ഇനി നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ച ആരാണ്? നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണെന്ന് വെച്ചാൽ അത് IC ചാക്കോയാണ് കേട്ടോ. IC ചാക്കോയാണ്. ഇനി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ് കേട്ടോ. C കേശവനാണ്. ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? അത് കേരള കേസരിയാണ് കേട്ടോ. കേരള കേസരിയാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഒന്നാമത്തെ പ്രസ്താവന, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. രണ്ടാമത്തെ പ്രസ്താവന, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. നാലാമത് പറഞ്ഞിരിക്കുന്നത് മൂല്യം രേഖപ്പെടുത്താറില്ല. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം ശരിയാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെയാണ് ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നു. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. ഇനി ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? അത് കൂടുന്നു കേട്ടോ. ഈസ്റ്റിങ്സിന്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നുണ്ട്. ഇനി ധരാതലീയ ഭൂപടത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ധരാതലീയ ഭൂപടത്തില് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകൾ അറിയപ്പെടുന്ന പേരാണ് അത് നോർത്തിങ്സ് ആണ്. ഇനി നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? നോർത്തിങ്സിന്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു കേട്ടോ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ ഫൊൻ, ഓപ്ഷൻ ബി ഹർമാറ്റൻ, ഓപ്ഷൻ സി ലൂ, ഓപ്ഷൻ ഡി ചിനൂക്ക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ചിനൂക്ക് ആണ് കേട്ടോ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണെന്ന് വെച്ചാൽ അത് ചിനൂക്ക് ആണ്. ഇനി കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള കാറ്റുകൾ ചോദിച്ചാൽ ഏതാണ്? കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാറ്റുകൾ ചോദിച്ചാൽ അത് ചിനൂക്ക് ആണ് കേട്ടോ. ഇനി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദം അറിയപ്പെടുന്നത് അത് ഹർമാറ്റൻ ആണ്. ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ എന്ന് പറയുന്നത്. ഇനി യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ്? യൂറോപ്പിലെ ആൽസ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന കാറ്റ് അത് ഫൊന്നാണ് കേട്ടോ, ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റ് ഏതാണ്? മുന്തിരിക്കുലകൾ പാകമാകാൻ സഹായിക്കുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത്. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ എന്നറിയപ്പെടുന്നു. ഇനി ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക അത് മാംഗോ ഷവർ ആണ് കേട്ടോ, മാംഗോ ഷവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 12ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല കണ്ടെത്തുക. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഓപ്ഷൻ ബി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഓപ്ഷൻ ഡി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് കേട്ടോ. ആഗോള മർദ്ദ മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദ മേഖല ചോദിച്ചാൽ അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഇനി വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖല ചോദിച്ചാൽ അത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണിത് കേട്ടോ. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിലാണ് നിർവാത മേഖല എന്ന പേര് വന്നത് കേട്ടോ. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിലാണ് നിർവാത മേഖല എന്നറിയപ്പെടുന്നുണ്ട്. ഇനി കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖല ചോദിച്ചത് ഏതാണ്? കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖല ചോദിച്ചാൽ അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഇനി വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് കേട്ടോ. വർഷം മുഴുവനും കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഓപ്ഷൻ എ 5:30 AM, ഓപ്ഷൻ ബി 6:30 AM, ഓപ്ഷൻ സി 5:30 PM, ഓപ്ഷൻ ഡി 6:30 PM. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 6:30 AM ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം 6:30 AM ആണ്. ഇന്ത്യൻ സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5:30 മണിക്കൂർ മുമ്പിലാണ് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി പ്രൊഹിബിഷൻ, ഓപ്ഷൻ സി മാൻഡമസ്, ഓപ്ഷൻ ഡി കോവാറന്റോ. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് മാൻഡമസ് ആണ് കേട്ടോ, മാൻഡമസ്. അപ്പം റിട്ടുകളിൽ കൽപ്പന എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് മാൻഡമസ് ആണ്. ഇനി പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം അത് തടയുക എന്നാണ് കേട്ടോ. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം തടയുക എന്നാണ്. ഇനി സെർഷ്യോററി എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം അത് സാക്ഷ്യപ്പെടുത്തുക എന്നാണ് കേട്ടോ. സാക്ഷ്യപ്പെടുത്തുക, ടു ബി സർട്ടിഫൈഡ്. ഇനി കോ വാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചാൽ അത് എന്ത് അധികാരം? കോ വാറന്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്ത് അധികാരം? ഇനി ഹേബിയസ് കോർപ്പസ് അതിന്റെ അർത്ഥം എന്താണ്? ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം അത് ശരീരം ഹാജരാക്കുക എന്നാണ് കേട്ടോ. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നീ അർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് കേട്ടോ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. രണ്ടാമത്തെ പ്രസ്താവന, ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു. മൂന്നാമത്തെ പ്രസ്താവന, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. നാലാമത്തെ പ്രസ്താവന, ഇന്ത്യയില് ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം ഹരിത വിപ്ലവം എന്ന് പറയുന്നത് എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ് കേട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇനി ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തില് ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിലെ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാല് അത് മെക്സിക്കോയാണ് കേട്ടോ. ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിച്ചാല് അത് മെക്സിക്കോയാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അത്
നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് MS സ്വാമിനാഥൻ. ഇനി ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് വില്യം ഗൗഡ് ആണ് കേട്ടോ. വില്യം ഗൗഡ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്നത് അത് ഫിലിപ്പൈൻസ് ആണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? അത് സി സുബ്രഹ്മണ്യം ആണ് കേട്ടോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് സി സുബ്രഹ്മണ്യം ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകളിൽ നാണ്യവിള അല്ലാത്തത്? ഓപ്ഷൻ എ പുകയില, ഓപ്ഷൻ ബി കാപ്പി, ഓപ്ഷൻ സി ചോളം, ഓപ്ഷൻ ഡി കരിമ്പ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ചോളം ആണ് കേട്ടോ. അപ്പം പുകയില, കാപ്പി, കരിമ്പ് എന്നിവ എന്താണ്? അത് നാണ്യവിളകളാണ് കേട്ടോ. പുകയില, കാപ്പി, കരിമ്പ് ഇവയൊക്കെ എന്താണ്? അത് നാണ്യവിളയും ചോളം എന്ന് പറയുന്നത് ഭക്ഷ്യവിളയുമാണ് കേട്ടോ. ചോളം ഭക്ഷ്യവിളയാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ ബി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ സി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഓപ്ഷൻ ഡി ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? അത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണത്തെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ച് ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ താലോലം, ഓപ്ഷൻ ബി ചിരി, ഓപ്ഷൻ സി നിരാമയ, ഓപ്ഷൻ ഡി കൂട്ട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കൂട്ടാണ് കേട്ടോ. എന്താണ്? ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണത്തെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി ചോദിച്ചാൽ അത് കൂട്ടാണ്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം എന്നാണ് ആസൂത്രണ കമ്മീഷൻ കണക്കാക്കുന്നത്? ഓപ്ഷൻ എ 2100 കലോറി, ഓപ്ഷൻ ബി 2500 കലോറി, ഓപ്ഷൻ സി 2400 കലോറി, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 2100 കലോറിയാണ് കേട്ടോ. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം? അത് 2100 കലോറിയാണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. രണ്ടാമത്തെ പ്രസ്താവന നിയമബോധം പ്രചരിപ്പിക്കുക. മൂന്നാമത്തെ പ്രസ്താവന അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. അപ്പം നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക. 1987 ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകൃതമാകുന്നത്. 1987 ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് അനുസരിച്ചാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകൃതമാകുന്നത്. ഇത് പ്രാബല്യത്തിൽ വന്നത് 1995 നവംബർ 9-നാണ് കേട്ടോ. ഇത് പ്രാബല്യത്തിൽ വന്നത് 1995 നവംബർ 9-നാണ്. ഇനി ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് കേട്ടോ. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എല്ലാവർക്കും നീതി. എന്താണ്? എല്ലാവർക്കും നീതി. പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സൗജന്യ നിയമസഹായം നൽകുക, ലോക അദാലത്തുകൾ സംഘടിപ്പിക്കുക, നിയമബോധവൽക്കരണ പരിപാടികൾ നടപ്പിലാക്കുക. ഇതൊക്കെ എന്താണ്? നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര രാജ്യം. രണ്ടാമത്തെ പ്രസ്താവന ഗാന്ധിയൻ ജനാധിപത്യ റിപ്പബ്ലിക്. മൂന്നാം പ്രസ്താവന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാ? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ എന്താണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ് കേട്ടോ. എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്ന വർഷം ചോദിച്ചാല് അത് 1950 ജനുവരി 26-നാണ് കേട്ടോ.
1950 ജനുവരി 26-നാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ എന്നാണ് കേട്ടോ. നാം ഭാരതത്തിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ്? അത് 1949 നവംബർ 26-ആണ് കേട്ടോ. 1949 നവംബർ 26-ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 22-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, രാജ്യത്തിനു വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. രണ്ടാമത്തെ പ്രസ്താവന, ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. മൂന്നാമത്തെ പ്രസ്താവന, വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എല്ലാം തെറ്റാണ്. രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. അവർക്ക് വേണ്ടി പൊരുതാനാണോ? ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. എന്താണ് പറയുന്നത്? ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. അത് ശരിയാണോ? അപ്പം ആർട്ടിക്കിൾ 45 പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതാണ് എല്ലാ രക്ഷിതാക്കളുടെയും കടമയായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. ശരിയാണോ? വോട്ട് ചെയ്യുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ്. അല്ല, വോട്ടവകാശം ഒരു നിയമ അവകാശമാണ് കേട്ടോ. വോട്ടവകാശം എന്ന് പറയുന്നത് ഒരു നിയമ അവകാശമാണ്. 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഏതൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അതിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം ചോദിച്ചാൽ അത് 1947 ഓഗസ്റ്റ് 29-നാണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരായിരുന്നു? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ എത്ര പേരായിരുന്നു? അത് 7 പേരാണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങൾ ചോദിച്ചാൽ അത് 7 പേരാണ്. ഇനി 24-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. മൂന്നാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ് കേട്ടോ. ആൾ ഓഫ് ദ എബോവ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇനി അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം ചോദിച്ചാൽ അത് 1946 ഡിസംബർ 6-നായിരുന്നു കേട്ടോ. 1946 ഡിസംബർ 6-നായിരുന്നു. ഇനി ഭരണസഭയുടെ ആദ്യ യോഗം ചേർന്ന വർഷം എന്നാണ്? ആദ്യ സമ്മേളനം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ചോദിച്ചാൽ അത് 1946 ഡിസംബർ 9-നായിരുന്നു കേട്ടോ. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 207 പേരാണ് കേട്ടോ. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചാല് അത് 207 പേരാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് JB കൃപലാനിയാണ് കേട്ടോ. JB കൃപലാനിയാണ്. ഇനി ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സമ്മേളനത്തിന്റെ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേട്ടോ. സ്ഥിരം അധ്യക്ഷൻ ആരാണെന്ന് വെച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന അർദ്ധ ഫെഡറൽ സമ്പ്രദായം. രണ്ടാമത്തെ പ്രസ്താവന ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ഏതൊക്കെയാ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ആണ് കേട്ടോ. അപ്പം കാനഡ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായവും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും. ഇനി നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ് കടം എടുത്തത്? അത് അയർലൻഡിൽ നിന്നാണ് കേട്ടോ. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. ഇനി 26-ാമത്തെ ക്വസ്റ്റ്യൻ,
ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ചൂഷണത്തിനെതിരെയുള്ള അവകാശം. രണ്ടാമത്തെ പ്രസ്താവന സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. മൂന്നാമത്തെ പ്രസ്താവന സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നും രണ്ടും ആയിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാ? ചൂഷണത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശമാണ് മൗലിക അവകാശങ്ങളിൽ. ഇനി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഏതാണ്? അത് ഒരു നിയമ അവകാശമാണ് കേട്ടോ. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഒരു നിയമ അവകാശമാണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ട്. രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് കേട്ടോ. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല, ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇവയാണ് ശരിയായിട്ടുള്ളത്. ഇനി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 25 മുതൽ 28 വരെയാണ് കേട്ടോ. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും എന്താണ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നതുമില്ല. എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണം. ഇതൊക്കെ എന്താണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം. രണ്ടാമത്തെ പ്രസ്താവന കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് സംഘടിപ്പിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കേരളീയം. ഇനി സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വരുന്നത് കേട്ടോ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന ഐക്യരാഷ്ട്ര സംഘടന സർവ്വ രാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. മൂന്നാമത്തെ പ്രസ്താവന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് വെച്ചാൽ അത് അന്റോണിയോ ഗുട്ടറസ് ആണ്. പോർച്ചുഗൽക്കാരനാണ് കേട്ടോ. പോർച്ചുഗൽക്കാരനാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന സർവ്വ രാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സംഘടന സർവ്വ രാഷ്ട്ര സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു പ്രധാന ഘടകം ഏതാണെന്ന് വെച്ചാൽ അത് സുരക്ഷാ സമിതിയാണ് കേട്ടോ. ഇനി ഐക്യരാഷ്ട്ര സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഐക്യരാഷ്ട്ര സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് കേട്ടോ. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഉടമ്പടി ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ ഉടമ്പടി വെച്ചാൽ അത് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ് കേട്ടോ. UN ഔപചാരികമായി നിലവിൽ വന്ന വർഷം എന്നാണ്? UN നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1945 ഒക്ടോബർ 24-നാണ് കേട്ടോ. 1945 ഒക്ടോബർ 24-നാണ് കേട്ടോ. ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഏതാണ്? ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യം ചോദിച്ചാൽ ഇത് നിങ്ങളുടെ ലോകം. ഇത് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ ആപ്തവാക്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ, 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. രണ്ടാമത്തെ പ്രസ്താവന ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു 2023 G20 ഉച്ചകോടി. ഇനി ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. 2025 G20 ഉച്ചകോടിയുടെ വേദി വെച്ചത് എവിടെയാണ്? അത് ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സീറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായ അഭാവമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വിറ്റാമിൻ എ ആണ്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഈ രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ്? അത് വൈറ്റമിൻ എ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ എ മന്ത്, ഓപ്ഷൻ ബി മലമ്പനി, ഓപ്ഷൻ സി ഡെങ്കിപ്പനി, ഓപ്ഷൻ ഡി ചിക്കൻഗുനിയ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മലമ്പനിയാണ് കേട്ടോ. മന്ത് പരത്തുന്ന കൊതുക് ഏതാണ്? മന്ത് പരത്തുന്നത് അത് ക്യൂലെക്സ് കൊതുകുകളാണ് കേട്ടോ. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ
തൈമസ് ഗ്രന്ഥി, ഓപ്ഷൻ ബി പൈനിയൽ ഗ്രന്ഥി, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പാൻക്രിയാസ് ആണ് കേട്ടോ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി വെച്ചാൽ അത് പാൻക്രിയാസ് ആണ്. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ, ഓപ്ഷൻ ബി ഡോക്ടർ നോർമൻ ഇ ബോർലോഗ്, ഓപ്ഷൻ സി ഡോക്ടർ വർഗീസ് കുര്യൻ, ഓപ്ഷൻ ഡി എം.ബി. സിംഗ്. ആൻസർ ആയിട്ട് വരുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചതാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇനി വർഗീസ് കുര്യൻ ആരാണ്? വർഗീസ് കുര്യൻ അത് ധവള വിപ്ലവത്തിന്റെ പിതാവാണ് കേട്ടോ. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വർഗീസ് കുര്യൻ. ഇനി എം.ബി. സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന ഇല്ലയോ? ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് അതാണ് എൻ.ബി. സിംഗ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി ഋതു കരുതാലാണ് കേട്ടോ. ചന്ദ്രയാൻ 3ന്റെ ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ഋതു കരുതാലാണ്. ഇനി മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അത് ടെസി തോമസ് ആണ് കേട്ടോ. ടെസി തോമസ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, പർവ്വത ആരോഹകർക്ക് പർവ്വത ആരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്ക് വരാറുണ്ട്. എന്തുകൊണ്ട്? ഓപ്ഷൻ എ അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ, ഓപ്ഷൻ ബി അന്തരീക്ഷ മർദ്ദം കൂടുതലും രക്തക്കുഴലുകളിലെ മർദ്ദം കുറവുമായതിനാൽ, ഓപ്ഷൻ സി അന്തരീക്ഷ മർദ്ദവും രക്തക്കുഴലുകളിലെ മർദ്ദവും തുല്യമായതിനാൽ, ഓപ്ഷൻ ഡി പറയുന്നത് അന്തരീക്ഷ മർദ്ദം കൂടുതലും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. അപ്പം ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. അപ്പൊ പർവ്വത ആരോഹകർക്ക് പർവ്വത ആരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് വരാൻ കാരണം എന്താണ്? അവിടെ അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയിരിക്കും കേട്ടോ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ എ ഫിനോള്, ഓപ്ഷൻ ബി ക്ലോറോഫോം, ഓപ്ഷൻ സി പെന്റനോൾ, ഓപ്ഷൻ ഡി എഥിലിൻ ഗ്ലൈക്കോൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ക്ലോറോഫോം ആണ് കേട്ടോ. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്ന സംയുക്തം ഏതാണെന്ന് വെച്ചാൽ അത് ക്ലോറോഫോം ആണ്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യനും 40ാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ആണ്. അങ്ങനെ ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. 40 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത്.